ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം തിരുവോണമായിരിക്കും, അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും തിരുവോണത്തിന് ആശംസകൾ. അപ്പം ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്ന ഉത്രാടത്തിൻ്റെ അന്ന്. ഇന്നലെ ഫുൾ ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഇന്നലെ എല്ലാം കൂടി വെക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് അച്ചാറുകളെല്ലാം വെക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ മാങ്ങയും ഇഞ്ചിയും നോർമലി ഞാൻ വെക്കാറുള്ളൂ, നാരങ്ങ പിന്നെ വെക്കാറില്ല. അപ്പം വിഷ്ണു പറഞ്ഞു പ്രഥമൻ ഇപ്രാവശ്യം വെക്കാം, നമുക്കൊന്ന് മാറ്റി പിടിക്കാമെന്ന്. ഇടയ്ക്ക് ഞങ്ങൾ 1-2 വട്ടം നമ്മൾ തന്നെ അടയുണ്ടാക്കി അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സക്സസ് ആയപ്പോൾ എന്നാൽ അത് ഓണത്തിന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ വിചാരിച്ചു എന്നാൽ ഒരു ഇത്തിരി നാരങ്ങ അച്ചാർ കൂടി വെച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നാരങ്ങ അച്ചാർ വെക്കണം. പിന്നെ ഇപ്രാവശ്യം ഓണത്തിന് ഞങ്ങൾ 3 പേരേ ഉള്ളൂ. 3 പേര് ഞാൻ, വിഷ്ണു, മാവേലി. ബാക്കി എല്ലാവരും 1-2 പേര് ബിസിയാണ്. പിന്നെ അപ്പോൾ അതിലും കല്ലുമൊക്കെ അവരുടെ റൂമിൽ കൂടുകയെന്ന് പറഞ്ഞാൽ അവരുടെ റൂം ഇപ്പം എടുത്തിട്ട് ആദ്യത്തെ ഓണം, പിന്നെ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണം, അതുകൊണ്ട് അവരവിടെ കൂടുകയെന്ന് പറഞ്ഞു. എനിക്കൊന്ന് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു, നന്ദുവൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 2 പേരൊക്കെ ഉള്ളതുകൊണ്ട്, അല്ല ഞങ്ങൾ 3 പേരെ ഉള്ളതുകൊണ്ട് കുറച്ച് എല്ലാം ഇത്തിരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നാളത്തേക്ക് ഉള്ള രാവിലെ ഇഡലിക്കുള്ള അരി ഉഴുന്നുമൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. വൈകിട്ട് അരയ്ക്കാം. പിന്നെ തൈര് ആക്കി വെച്ചിട്ടുണ്ട്. വീണ്ടും ഇന്നലെ കടയിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ചു. വാഴയിലും കുറച്ച് പൂവൊക്കെ കടയിൽ പോയി ഇന്ന് വാങ്ങിക്കണം. പൂ ഇന്നലേക്ക് വാങ്ങിച്ചു വാടി പൂവായിരുന്നു. അത്തപ്പൂ വാങ്ങിച്ചിടുന്നതുകൊണ്ട് അത്ര ഒരിതില്ല. പൂ വാങ്ങിക്കണമല്ലോ വേണ്ടായിരുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്നാലും ഓണമല്ലേ, അതുകൊണ്ട് ഒരിത്തിരി വാങ്ങിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ വൈകിട്ട് പോയിട്ട് വാങ്ങിക്കാം. വൈകിട്ട് ചെല്ലുമ്പോഴത്തേന് തീർന്നു പോകുന്നു അറിയില്ല. എന്തായാലും നോക്കാം. വാഴയിൽ അതുകൊണ്ട് ഇന്നലെ ഡൗട്ടുള്ളതുകൊണ്ട് ഒരു സെറ്റ് വാങ്ങിച്ച് വെച്ചായിരുന്നു. നമുക്ക് അടയ്ക്കുകയൊക്കെ വേണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാനിന്ന് ഇനി അച്ചാറിടാൻ തുടങ്ങട്ടെ. എൻ്റെ കുഞ്ഞമ്മ ഉണ്ടാക്കുന്ന അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു കുറച്ച് ചാറായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം സദ്യക്ക് വിളമ്പാൻ വേണ്ടിയിട്ട് ഈ ഗ്രേവി ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ എടുത്തിടാം. മാങ്ങ മൂവാണ്ടമാങ്ങ കിട്ടിയോണ്ട് നല്ല പുളിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് പുരട്ടി വെച്ചേക്കുമായിരുന്നു. എന്നാലും നല്ല പുളിയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തിരിക്കുന്ന ആപ്പിൾ സൈഡ് വിനീഗർ കേട്ടോ. ഞാൻ ആ നാരങ്ങ, നമ്മുടെ മാങ്ങാച്ചാർ തണുക്കുമ്പോഴത്തേനും നാരങ്ങ ഒന്ന് പുഴുങ്ങേണ്ട 3 എടുക്കുന്നുള്ളൂ. തുമ്മി അടപ്പ് തെറിച്ചു. ഈ മസാല ഇങ്ങനെ മൂപ്പിച്ചപ്പോഴേ ഭയങ്കരമായിട്ട് കയറി. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട്, ഇത് ആറുന്ന സമയം കൊണ്ട് ഞാനൊരു കുഞ്ഞ് 3 നാരങ്ങ എടുത്ത് പുഴുങ്ങാൻ വെച്ചു. ഞാൻ ആദ്യമായിട്ടാണ് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. അമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ തന്നെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം യെല്ലോ കളറിലെ നാരങ്ങ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സത്യത്തിൽ ഈ നാരങ്ങ ഒരു കുറച്ച് ദിവസം മുന്നേ ഇടണമായിരുന്നു, എന്നാലേ എൻ്റെ തോടൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആകത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ ഒരു കയ്പൊരിത്തിരി മുന്നേ നിൽക്കും. എന്തായാലും ഉണ്ടാക്കി നോക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. അത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുപ്പിയിലോട്ട് മാറ്റാം. അപ്പം നാരങ്ങാച്ചാറും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഇഞ്ചിയും കൂടി ബാക്കിയുണ്ട്. അങ്ങനെ നമ്മുടെ ഫൈനൽ ഐറ്റം ഇഞ്ചി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞു വെച്ചു. ഇന്ത്യൻ ഇഞ്ചി ആയിരുന്നെങ്കിൽ ഇപ്പോൾ കൈ പോകാൻ, ഇത് ചൈനയുടെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അരിഞ്ഞു വെച്ചു. പുളിയും വെള്ളത്തിൽ ഇട്ട് വെച്ചു. ഇനി ഇതെല്ലാം വറുത്ത് കോരി എടുക്കാം. കഴിഞ്ഞ ഓണത്തിന് കല്ലുമൊക്കെ നാട്ടിൽ പോയിട്ട് വന്നപ്പം കല്ലുവിൻ്റെ അമ്മ ഇഞ്ചിപ്പുളി, ഇഞ്ചിപ്പുളി എന്നാണോ പുളിയിഞ്ചി എന്നാണോ അത് ഉണ്ടാക്കി കൊടുത്തു വിട്ടായിരുന്നു. അത് ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് തീർന്നത്. നല്ല ടേസ്റ്റായിരുന്നു. ചെറിയ മധുരവും പുളി ഇച്ചിരി മുന്നിക്ക് ഞങ്ങളൊന്നും ഉണ്ടാക്കുന്ന പോലത്തെ അല്ല. ഇങ്ങനെ പായസം പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അവർ കല്യാണത്തിന് പോയപ്പോഴും സെയിം ടേസ്റ്റായിരുന്നു. അവർ അമ്മ ഉണ്ടാക്കിയതും സെയിം ടേസ്റ്റായിരുന്നു. എൻ്റെ വീട്ടിലാണെങ്കിൽ അച്ഛൻ ഇച്ചിരി മധുരമുള്ളതൊക്കെ ഇഷ്ടം. അപ്പം അമ്മ പണ്ടൊന്നും അങ്ങനെ ശർക്കര ഇട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അമ്മ കുറച്ച് ശർക്കരയൊക്കെ ഇടുമായിരുന്നു. അപ്പം എനിക്കും ഇപ്പം പറഞ്ഞുകൊണ്ട് ഇതിപ്പോൾ കരിഞ്ഞു തുടങ്ങി. ചെറിയൊരു മധുരമൊക്കെ ഇഷ്ടം. അപ്പം ഞാനൊരു ഇത്തിരി ശർക്കരയൊക്കെ ആഡ് ചെയ്യാം. ഈ ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞിരിക്കുന്നുണ്ടല്ലോ, ചിലത് പെട്ടെന്ന് മൂക്കും, ചിലത് മൂക്കത്തില്ല. ഞാൻ എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് മൈൻഡിൽ വന്നത്, ഇന്ന് ഉത്രാടമല്ലേ, അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പാല് കാച്ചി ഉത്രാടത്തിൻ്റെ അന്നായിരുന്നു. അന്ന് ഫുൾ പണിയൊന്നും കഴിഞ്ഞില്ല. നമ്മൾ വീട്ടിലെ കുറച്ച് പേര് നല്ലൊരു സമയം നോക്കി പാല് കാച്ചി അങ്ങനെ. പിന്നെ ഫംഗ്ഷനൊക്കെ ഡിസംബർ 19 ആയിരുന്നു. അപ്പോൾ അത് ഇന്ന് 4 വർഷമായി. ഞാൻ ഇപ്പോഴാണ് ആലോചിച്ച്. ഇനി അമ്മ വിളിക്കുമ്പോൾ പറയണം. നേരത്തെയൊക്കെ, അതായത് കൊച്ചിയിലൊക്കെ ഞങ്ങളുടെ ഓണം എന്ന് വെച്ചാൽ തിരുവോണത്തിൻ്റെ അന്ന് ഞങ്ങളെല്ലാം രാവിലെ എണീറ്റ് അത്തപ്പൂക്കെ ഇടും. അമ്മ കുക്കിംഗ് എല്ലാം ചെയ്യും.
എന്നിട്ട് എന്താ തിരുവോണത്തിന് എന്തോ സമയം അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, പഞ്ചാംഗത്തിൽ അങ്ങനെ എന്തോ. ആ സമയമാകുമ്പോൾ ഫുഡ് കഴിക്കും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, സദ്യയായിരുന്നു. അപ്പോൾ സദ്യ കഴിച്ചിട്ട് നേരെ അമ്മയുടെ വീട്ടിലും അമ്മയുടെ കുടുംബത്തും ഒക്കെ പോയിട്ട് ഞങ്ങൾ ചതയത്തിൻ്റെ അന്ന് തിരിച്ചു വരുന്നത്. അവിട്ടത്തിനൊക്കെ അവിടെ ആയിരിക്കും. അപ്പോൾ ചതയത്തിൻ്റെ അന്ന് തിരിച്ചു വരുമ്പോൾ എനിക്കിപ്പോഴും അറിയോ ചതയാഘോഷമുണ്ട്, നേരത്തെ പോകണം, അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ആകത്തില്ലയോ എന്നൊക്കെ വെച്ച് ഇങ്ങനെ ബസ്സിലൊക്കെ വരുന്നതും ഒക്കെ. പിന്നെ വണ്ടിയൊക്കെ അതിന് ശേഷം പിന്നെ ഇടയ്ക്കൊക്കെ നമ്മളങ്ങനെ പോകുമല്ലോ. എന്നാലും അവിടെ ആയിരിക്കും ആഘോഷിക്കുന്നത്. അവിടെ ഓണ പ്രോഗ്രാമും അതൊക്കെ റോഡിലൊക്കെ കാണും. കുറച്ച് വർഷമായിട്ടേ ഉള്ളൂ ഈ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാമ്പാർ ഓൾറെഡി ഉണ്ടാകുന്നുണ്ട്. ഇഡലി സ്വാഭാവികം, ഇഡലിയാണല്ലോ എളുപ്പം. അപ്പോൾ ഇഡലി ഉണ്ടാക്കുന്നത് കഴിക്കും, പിന്നെ സദ്യ കഴിക്കും. അങ്ങനെയാണ്. അത്തപ്പൂവൊക്കെ പൂവൊന്നും വാങ്ങിച്ചൊന്നും ഇട്ടിട്ടില്ല. നമ്മുടെ അയ്യത്തും വീടിന് ചുറ്റുമൊക്കെയുള്ള പൂ വെച്ചിട്ട് പൂക്കളൊക്കെ ഇടും. 1 തൊട്ട് 10 ദിവസം ഇടാറുണ്ടായിരുന്നു. ചില പൂവൊക്കെ കുറവുള്ള സമയം എനിക്ക് തോന്നുന്നു തിരുവോണത്തിനന്ന് മാത്രം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞില്ലേ ഉത്രാടത്തിനന്ന് പാല് കാച്ചായിരുന്നു. ആ വർഷം പുതിയ വീടല്ലേന്ന് വെച്ച് ഞങ്ങൾ പൂ വാങ്ങിച്ച്, അങ്ങനെയാണ് ആദ്യമായിട്ട് പൂ വാങ്ങിച്ച് അത്തപ്പൂ ഇടുന്നത്. അങ്ങനെ ഓണത്തിന് ഉള്ള സദ്യ എല്ലാം കഴിച്ച് പിറ്റേ ദിവസം പഴങ്കഞ്ഞി കഴിച്ച് പിന്നെ വീണ്ടും സദ്യ. പിന്നെ നമ്മൾ അടുത്തടുത്ത് വീട്ടിൽ പോകുമ്പോൾ അവിടെയും സദ്യയും പായസം എല്ലാം കഴിച്ച് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് എല്ലാ ദിവസവും സദ്യ കഴിക്കുമ്പോൾ പിന്നെ എല്ലാം കൂട്ടാനൊന്നും വേണ്ടാന്ന് തോന്നും, കുറച്ച് കഴിക്കാനേ തോന്നുള്ളൂ. പായസമൊക്കെ കുടിച്ച് പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് പായസം കിട്ടിയായിരുന്നെങ്കിൽ വിചാരിക്കും. അപ്പോൾ എന്തായാലും ഫ്രിഡ്ജിനകത്ത് അമ്മ പ്രഥമനോ എന്തെങ്കിലും വെച്ചിരിക്കും. പിന്നെ അത് തണുപ്പിച്ച് കഴിക്കുന്നു, പിന്നെ ചൂടാക്കി കഴിക്കുന്നു, പിന്നെ അങ്ങനത്തെ വേളമായിരിക്കും. പിന്നെ ഓണത്തിൻ്റെ വിശേഷം എന്നൊക്കെ പറഞ്ഞാൽ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമല്ലോ. അപ്പോൾ അത് ചിലവരൊക്കെ ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും, സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട്, ഞങ്ങൾ അങ്ങനെയൊന്നും ഇരുന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വിരുന്നിന് വീട്ടിലൊക്കെ പോകുമല്ലോ. അപ്പോൾ അന്നേരം ഈ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ചെല്ലുകയൊക്കെ ചെയ്യും. പിന്നെ ഓണത്തിന് വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയും മാമന്മാരും എല്ലാവരും നമുക്ക് പൈസ എടുക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ പോക്കറ്റ് മണി അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറയും. ലാസ്റ്റ് അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കും, സ്വാഭാവികം. ഇപ്പോഴുള്ള പിള്ളേരൊക്കെ കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. തൃശ്ശൂരൊക്കെ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ പടക്കമൊക്കെ പൊട്ടിക്കും ഓണത്തിന്. നമ്മുടെ ഏരിയയിലൊന്നും പടക്കമൊന്നും പൊട്ടിക്കത്തില്ല. അതുപോലെ ഈ പുലിക്കളി അങ്ങനെയൊക്കെയുള്ള വീട്ടിൽ വരുമല്ലോ, അവിടെയൊന്നും അങ്ങനെയൊന്നുമില്ല. പക്ഷെ അതൊക്കെ രസമായിരിക്കുമല്ലോ ഉള്ളിടത്ത്. അതുപോലെ അങ്ങോട്ടൊക്കെ വേറെ എന്തൊക്കെയോ സംഭവമുണ്ട്. തിരുവോണത്തിൻ്റെ അന്നും ഈ തൃക്കാക്കരയപ്പൻ്റെ ആ സംഭവം വെക്കുന്നതും ഇങ്ങനെ വരവേൽക്കുന്നതും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. നമ്മുടെ അവിടെ പിന്നെ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് അത്തപ്പൂ ഇടുക, സദ്യ വിളമ്പി വെക്കുക, മാവേലി വരിക എന്നുള്ളൊരു വിശ്വാസം. അത്രയൊക്കെ ഉള്ളൂ. സദ്യ കഴിക്കുക, ചുമ്മാ ഇരിക്കുക, അതൊക്കെ തന്നെ. പിന്നെന്താ, അതുപോലെ ഉത്രാടവിളക്കൊക്കെ ഉണ്ട്, ഈ വാഴപ്പിണ്ടിയൊക്കെ വെച്ചിട്ട് ഉള്ള വിളക്ക്. അങ്ങനത്തെ ഓണവിശേഷമൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഞാൻ അതിൻ്റെ ഇടയിലൂടി നമ്മുടെ ഇഞ്ചിയുടെ ഐറ്റംസൊക്കെ വറുത്ത് കോരിയിട്ട് ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. എന്നിട്ട് കടുക് വറുത്ത് കുറച്ച് ശർക്കരയൊക്കെ എടുത്ത് പുളിയൊക്കെ ഒഴിച്ച് സെറ്റാക്കാം. ഫൈനലി നമ്മളുടെ ഇഞ്ചിക്കറിയും റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്തിരി ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും കട്ടി ആയിക്കോളും കേട്ടോ. ഞാൻ തണുപ്പിക്കാൻ വെച്ചേക്കോ, തണുത്തിട്ട് നമുക്ക് കുപ്പിയിലോട്ട് മാറ്റാം. നമ്മുടെ മാങ്ങാച്ചാറിൽ നിന്നെല്ലാം അതിൻ്റെ ചാറിറങ്ങി വരുന്നുണ്ട് കണ്ടോ. അതുപോലെ നമ്മുടെ നാരങ്ങ. ഇന്നത്തെ ഫൈനൽ പരിപാടി അരി അരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നാളെ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അവലും ഉഴുന്നും പച്ചരിയെല്ലാം ഒന്നിച്ചിട്ട് അരയ്ക്കുന്നത്. അപ്പോൾ അരച്ചെടുക്കാം. നമ്മുടെ മാവേലി നിങ്ങൾ കണ്ടോ, ഈ അന്ന് ക്ലേ വെച്ച് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, ഇത് കണ്ടോ ഇങ്ങനെയായിപ്പോയി. ഇതെന്തോ ഒരു സാധനം വളർന്നിട്ടിരിക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ ഓടിക്കളിക്കുക. ഇത് ക്ലേ അല്ലായിരുന്നു, വേറെ എന്തോ ഒരു സ്പോഞ്ചിൻ്റെ എന്തോ ഒരു സാധനമായിരുന്നു. ഇലയൊക്കെ പറന്ന് കിടക്കും. വൈകിട്ട് കടയിൽ പൂ വാങ്ങിക്കാനായിട്ട് പോകണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ചെന്നപ്പം ധാരാളം പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ റേറ്റ് കൂടുതലാണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ കുറച്ചേ വാങ്ങിച്ചുള്ളൂ. അപ്പം പിന്നെ നോക്കിയപ്പോൾ 5 തരം എന്തേ ഉള്ളൂ. അപ്പോൾ പിന്നെ ടോട്ടൽ ഒരു 10 തരത്തിന് പൂ വാങ്ങിച്ചിട്ട് വന്നു. രാത്രിയിൽ ഒരു റോസ ഞാൻ എക്സ്ട്രാ വെറുതെ എടുത്തു. മറ്റേ റോസ് ഒരു വൈറ്റ് കളറിന് റെഡായിരുന്നു. പിന്നെ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞു വെച്ചു രാവിലത്തേക്ക്, അപ്പോൾ എളുപ്പമാവുമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇന്ന് തിരുവോണം. ലോകത്തെ എല്ലാ മലയാളികൾക്കും അല്ലെങ്കിൽ ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ. രാവിലെ വിളക്കൊക്കെ കത്തിച്ച് അത്തപ്പൂവൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദോശമാവൊക്കെ നല്ലപോലെ പുളിച്ചു വന്നു. അപ്പോൾ ഇന്ന് ദോശയല്ല കേട്ടോ, ഇഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഇഡലിയൊക്കെ വെച്ചു. അതിൻ്റെ കൂടെ തന്നെ സാമ്പാറും വെച്ചു. ബാക്കിയുള്ള ഐറ്റം എല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയതിന് ശേഷം അട ഉണ്ടാക്കിയിട്ട് നമ്മൾ പ്രഥമൻ വെക്കാൻ പോകാം കേട്ടോ. അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളതൊന്നും എടുത്തില്ല.
അങ്ങനെ ആദ്യം മാവേലിക്കുള്ള സദ്യ വിളമ്പി വെച്ചു. എല്ലാ കൂട്ടാനും എല്ലാം അടുത്തെടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇരുന്ന് വിളമ്പി. പിന്നെ സദ്യ എങ്ങനെയുണ്ട്? സൂപ്പറാണോ?